പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്. കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയാണ്. പിന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും നിരാശരായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്. കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും ഫിസ്റ്റുല രോഗികളും അർസസ് രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിന്റെ തിരുമുറുവാർന്ന വലതു കരത്താ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞല്ലേ, ഈ
അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം, അവർ വളരെ പേഴ്സണലായിട്ടാണ്, എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈ പരീക്ഷ നേഴ്സാണ്. അപ്പം ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണലായിട്ടല്ല, പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഈ വിശ്വാസ പ്രയോഗം എന്നും സംഭവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം. വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ്. വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട്. നമ്മുടെ ഈ തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കണത്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമൊക്കെ നെഞ്ചത്ത് പല വിശ്വാസപ്രമാണം ചെയ്ത് പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ പരീക്ഷയില്ല, എൻ്റെ വിജയവും ഇല്ല, അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറവ് വെച്ചാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. അപ്പം പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ എന്തുമാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ. പരീക്ഷ എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 10-50 ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ കോളിലൂടെ നമ്മുടെ കൃപാസനം മാതാവിനെ പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേയിൽ ഇട്ടിട്ട് ആവാത്ത ഒരു ലേഡി വന്നിട്ട് ഇവരുടെ കമ്പ്യൂട്ടറെ പൊട്ടും. ഇവളോട് പറയാതെ അവരോട് സംസാരിക്കും. ഇവിടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ. പൊട്ടിച്ച് പറയും, ഇതാണ് സമയം, നിനക്ക് ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ ഒന്ന് കൊട്ടിയിട്ട് പറയും, ഇനി നിനക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയത്തില്ലേ? അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ലെന്ന് അർത്ഥം തന്നെ. ഈശോ പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. എൻ്റെ അർത്ഥം എന്താണ്? വക്രതയുള്ളവർ കാണത്തില്ല വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പം അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി. സ്വപ്നത്തിലാണ് 42 മാർക്ക്. അപ്പോൾ ഈ 800 മാർക്ക് ടോട്ടൽ, അതിൻ്റെ 42 കിട്ടിയാൽ തോക്കുമെന്ന് ഉറപ്പല്ലേ? എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ലാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഒട്ടിയിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പോൾ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവർ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സാകൂടിയില്ല അവർക്ക്, കൺഫ്യൂഷനാണ്. പക്ഷേ എന്ത് ചെയ്യും? ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണം. അത് 42 രാത്രി കാണിക്കും സ്വപ്നത്തിൽ. അപ്പോൾ അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷേ മാർക്ക് കൈ കിട്ടിയപ്പോൾ എന്താണ്? 542 മാർക്ക്. അപ്പോൾ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്ന് അറിയാം. അപ്പോൾ 500 മാർക്ക് ആരാ തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ്. 42 മാർക്കാണ് അവിടെ മെരിട്ടെന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും, വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ പോകുന്നത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി വേണ്ട, അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും. അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി
ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി സാധിക്കണം. ലൂക്ക 1:55 നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് തന്നെ. അപ്പോഴേ അമ്മയുടെ സ്വസ്ത്രഗീതമാണിതേ, ശ്രദ്ധിക്കണം. അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ പറഞ്ഞത് എന്താണ്? ഉടമ്പടിയെ കുറിച്ചാണ് പറയണത്. ഇപ്പം നടന്നിരിക്കുന്ന മനുഷ്യാവതാരം അവൻ തന്നെ ജനങ്ങളെ അവിടെ പാപത്തിൽ നിന്ന് മോചിക്കുന്നതെല്ലാം പാപമോചനമെന്ന് പറയണത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെന്നാണ്. നമ്മളെ കുമ്പസാരക്കൂടിൽ വൈദികത്തിൻ്റെ പാപങ്ങളെ മോചിക്കുമ്പോൾ അനാദി കാലം മുതൽ ചെയ്തിട്ടുള്ള ദൈവം തൻ്റെ ജനതയോട് ചെയ്തിട്ടുള്ള വാഗ്ദാനമുണ്ട്. നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റമറ്റവനായിരിക്കുമെന്ന് പറയത്തില്ലേ? എബ്രാഹത്തിൻ്റെ കാലത്ത് 17:1 ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റമറ്റവനായിരിക്കുക. ദൈവവൈദ്യല്ല, ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ നിൽക്കുന്നതിൻ്റെ ആ നിൽപ്പ് തന്നെ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? കുറ്റമറ്റവനായിരിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണ്? നമ്മുടെ എതിർ കക്ഷി കുറ്റമറ്റവനാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇറ്റ്സ് ബൈലാറ്റർ എഗ്രിമെൻ്റ് അല്ലേ? അപ്പോൾ നീ ദൈവത്തെ ഒരു കക്ഷി, നീ ഒരു കക്ഷി. അപ്പോൾ നീ ദൈവമാകുന്ന പരമപരിശുദ്ധനായ വ്യക്തിയോട് നീ ഉടമ്പടി ചെയ്യുമ്പോൾ നീ ചുമ്മാ അഴുക്കുള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? അപ്പൊ നീയും ദൈവത്തെ പോലെ കുറ്റമറ്റവനായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്യാൻ കിടപിടിപ്പുള്ള തുല്യ പങ്കാളിയായി എന്നെ മാറ്റണമേ. എന്റെ പാപത്തെ ഒഴിവാക്കി ജീവിക്കാനുള്ള അഭിഷേകം എനിക്ക് നൽകണമേ, അനുതാപം നൽകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. അതിനാൽ നിന്റെ മുമ്പിലെ നീതിയോടെ ഏവരിക്കട്ടെ, വിശുദ്ധിയോടെ ഏവരിക്കട്ടെ. നിന്റെ കൃപയിൽ ഞാൻ കർത്താവേ അഭിഷേകം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ ഈ അനുതാപത്തെക്കുറിച്ച് അനുരഞ്ജനത്തെക്കുറിച്ച് പറയാൻ കാര്യം, ഈ അനുതാപമാണ് ഇതിനകത്ത് ടൈം ഷോർട്ടും ചെയ്യുന്ന കണ്ടന്റ്. മനസ്സിലായില്ലേ? സമയച്ചുരുക്കത്തിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള കണ്ടന്റ് അനുതാപമാണ്. ഒരു പഴം, ഒരു പേരക്കായ അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്ന് വിചാരിച്ചോ, അതിനകത്ത് മാംസളമായ ഭാഗമാണ് അവൻ പറയണ ഉടമ്പടിയുടെ ഒരു ഭാഗം. അവൻ പറയുന്നത് ചെയ്യുക. പക്ഷേ അതിൻ്റെ കുരു ഉണ്ടല്ലോ, വിത്തില്ലേ, ഉടമ്പടിയുടെ വിത്തെന്ന് പറയുന്ന സംഭവമാണ് അനുതാപം. അതാണ് ഈ ടൈം ഷോട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് കള്ളനോട് അവൻ പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞില്ലേ, കള്ളൻ അനുഭവിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ. അപ്പോൾ നാളെ എന്നുള്ളത് ഇന്നായില്ലേ? നാളെ എന്നുള്ളത് ഇന്നായില്ലേ? സക്കേവൂസിനോട് എന്താ ഈശോ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ, ഇന്ന് നിൻ്റെ ഭവനത്തിന് രക്ഷ ഇന്നായി. അപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ നാളെയാണ്, ഇവിടെ ഇന്നാകണത്. പക്ഷേ ഇന്നാകണത് ടൈം ഷോർട്ട് ചെയ്യണത് എങ്ങനെയാണ്? അനുതാപത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് അനുതാപം മേഖലയിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കാര്യം. അല്ല, നിങ്ങൾ കുറേ പുണ്യപ്രവൃത്തിയും ചെയ്ത് പല്ലിനേക്കാതെ നടന്നാൽ ശരിയാകത്തില്ല. മനസ്സിലായില്ലേ? കുറേ പുണ്യപ്രവൃത്തിയും ചെയ്ത് നടക്കുമ്പോഴും നമുക്കിപ്പോൾ ഞാൻ അമ്പലപ്പുഴ ഇരുന്നൊരാളാണ്, അമ്പലപ്പുഴ. അപ്പോൾ അവിടെ ആൾക്കാർ പായസം വാങ്ങിച്ചിട്ട് പള്ളി കൊണ്ടുവന്ന് തരും. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ തരും. എന്താ വെച്ചാൽ അത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴ പായസം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, അമ്പലപ്പുഴ പായസം നല്ല പായസം. പക്ഷേ നമ്മളത് കോളാമ്പിലാണ് കൊണ്ടുവന്ന് തരണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായില്ലേ? തുപ്പൽ കോളാമ്പിലാണ് കൊണ്ടുവന്ന് അമ്പലപ്പുഴ പാൽപ്പായസം എന്നുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങൾ അഴുക്കേട്ട ജീവിതത്തിലാണ് നിങ്ങൾ വിതരണം ചെയ്യാൻ പോകണമെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ വൃത്തികെട്ട ജീവിതത്തിലാണ് അത് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ ഉദ്ദേശം ഉടമ്പടിയുടെ പൂർണ്ണ ഫലം എൻ്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കർത്താവിനോട് ഒരു അനുതാപത്തിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറയും. എൻ്റെ കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ്. നമ്മൾ G4 എന്നൊക്കെ പറയില്ലേ, 4 നമ്പർ 7 എന്നൊക്കെ പറയുന്ന പോലെ ഉടമ്പടിയുടെ കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ്. എന്താണ്? പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കാൻ, എൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കുവാൻ നീ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ, സുവിശേഷ വിഹിതമായി ദൈവത്തിന്റെ പ്രവൃത്തിയായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം, എന്നെ വിശുദ്ധീകരിക്കണം. ഓരോ മുള്ളിന്നും നല്ല രത്നക്കല്ല് പോലുള്ള തിളങ്ങണ ചുവന്ന ബിന്ദുക്കൾ താഴേക്ക് ഇറ്റ് വീഴുകയും ചെയ്യണം. എന്താ അത്? തങ്ങനെ പൊട്ടുകയാണ്. എന്താ കാര്യം? പാപമോചിക്കപ്പെടുന്നു. ഒന്ന്. രണ്ടാമത്തെ പാപബോധം തരുന്നു. പിന്നെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിച്ചാൽ ദൈവം എന്താ ചെയ്യണത്? ശക്തീകരിച്ചിരിക്കാം. എന്തിനാണ് ദൈവം വിശുദ്ധീകരിക്കണത്? പാത്രം കഴുകി എന്തിനാണ് വെക്കണത്? ഭക്ഷണം വിളമ്പാനല്ലേ? ഉറപ്പല്ലേ? വിശുദ്ധീകരിക്കണത് എന്തിനാണ്? ദൈവം ശക്തീകരിക്കാൻ. ശക്തീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മേഖലകളിൽ നമുക്ക് ദൈവത്തെ കിട്ടുന്നത് ശക്തിയുടെ രൂപത്തിലാണ്. എന്നിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്കത് പഠനമായിട്ടും വിജയമായിട്ടും ജോലിയായിട്ടും അങ്ങനെ വീടായിട്ടും അല്ലെങ്കിൽ
ഇപ്പോൾ ഓരോരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ബലഹീനമായ സാഹചര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു സാക്ഷ്യം കേട്ടത് 28 കൊല്ലക്കാർക്ക് പട്ടയമില്ല, പുറമ്പോക്കി താമസിക്കുന്ന കക്ഷി 28 കൊല്ലമായിട്ട് പട്ടയമില്ല, അവർ പുറമ്പോക്കി താമസിക്കുകയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ വന്നപ്പോൾ എന്നാ പറ്റുമെന്ന് അറിയാമോ, എല്ലാവർക്കും ഒരു പുതിയ പ്രത്യാശ കൊടുക്കാൻ തുടങ്ങി. അവർ തോന്നി ഉടമ്പടി എടുത്ത അമ്മമാതാവ് പട്ടയം തരും എന്ന് വിചാരിച്ചു. കാര്യം സാക്ഷ്യങ്ങളാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പ്രത്യാശ വരും. ദൈവം നമ്മുടെ കൂടെ വിരിക്കുന്നു എന്നല്ലേ. നമ്മുടെ സക്രിയാൻ്റെ വിശുദ്ധ നമ്മുടെ യോഹന്നാമാന്താൻ്റെ അപ്പം സക്രിയ പുരോഹിതൻ, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണ ഒരു കാര്യമുണ്ട്. എന്താ? വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:68 ഏറ്റു പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ സന്ദർശനം എന്ന് പറഞ്ഞ് വെറുതെ വന്ന് പോകുകയല്ല. എന്താ ചെയ്യണത്? രക്ഷിക്കാനാണ് സന്ദർശനം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സന്ദർശനം ഉള്ളത്. സന്ദർശനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ സഞ്ചാരി മാതാവിൻ്റെ സത്യാനുഭവം ഉണ്ടാകാൻ കാരണങ്ങളൊന്ന് ഈ വാഗ്ദാന പ്രകാരമാണ്. പണ്ട് മാലാഖമാരെ ദൈവം വിട്ടതിന് പകരം ഇന്നും അമ്മയല്ലേ വരണത് ലോകം മുഴുവനും അല്ലേ. ഇപ്പം മാലാഖമാർ വരുന്നില്ലല്ലോ. അതിന് ലൂർദിലും ഫാത്തിമയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃപാസനത്തിൽ ഉൾപ്പെടെ ആരാണ് ബൈപ്പേഴ്സ് വരണത്? ആരാണ്? അമ്മയാണ്. അമ്മ വരാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷയായിട്ട് അവർ വരികയാണ്. സന്ദർശനമാണത്. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷകനായ എന്റെ ദൈവമേ, രക്ഷകനായ എന്റെ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉടമ്പടി എടുക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അമ്മയുടെ ഇടപെടലുകളും ലൂക്കാസ് സുവിശേഷം 1:68 പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സന്ദർശനമായി തിരിച്ചറിയാൻ എഫേസ്യ ലേഖനം 1:18 അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ, അങ്ങ് പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പുറമ്പോക്കിൽ 28 വർഷമേ താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് UA നമ്പർ പോലും കിട്ടത്തില്ല, ചിലപ്പോൾ റേഷൻ കാർഡ് പോലും കിട്ടത്തില്ല. ചില വെള്ളംപുറത്ത് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെയും പാർട്ടിക്കാരുടെയൊക്കെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില രേഖകൾ കിട്ടും. പക്ഷേ അപ്പോഴും പട്ടയം കിട്ടത്തില്ല. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ്റെയൊക്കെ പീടി കൊടുക്കുന്നില്ലേ, അപ്പോൾ അതിന് കിട്ടണമെങ്കിൽ പട്ടയം വേണ്ടേ? അപ്പോൾ എല്ലാവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി, അവിടെ അടുത്തുള്ളവർക്കൊക്കെ കിട്ടി. പക്ഷേ ഇവർക്ക് പട്ടയമില്ലാത്ത കൊണ്ട് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവർക്ക് പിന്നുള്ള ആശ്രയം എന്താണ്? അവരുടനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. 28 കൊല്ലം ഇങ്ങനെ കണ്ണീരിൽ കിടക്കുന്ന ഒരു ജനം പെട്ടെന്ന് അവരുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സഞ്ചാരി മാതാവ് ഉടമ്പടി വരുന്നൊരു വിഷയം പ്രസൻസാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് ഈ 32ാമത്തെ സങ്കീർത്തനമില്ലേ, 8ാമത്തെ തിരുവചനം എന്താ പറയണത്? നീ നടക്കേണ്ട വഴി പറഞ്ഞേ. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. എൻ്റെ ദൈവത്തിലെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ്, ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർ രക്ഷപ്പെടുന്നൊരു വചനമാണിത്. എന്താണ് ഈ 32:8 സങ്കീർത്തനം? എന്താണ്? നീ നടക്കേണ്ട വഴി പറഞ്ഞേ. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പൊ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? നിന്റെ മുമ്പിലല്ലേ? നിന്നോട് മുഖാമുഖം കർത്താവ് നിന്നോട് മുഖാമുഖം അടുത്ത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യല്ലേ. നീ ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. ഉടമ്പടി മനുഷ്യനിർമ്മിതമല്ലല്ലോ. അതിൻ്റെ സോൾ ആൻഡ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആരാണ്?
ദൈവം മുൻകൈയെടുത്ത് ചെയ്ത കാര്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു നൊവേന, അത് ഒരു മനുഷ്യൻ ഹ്യൂമൻ ഇനിഷ്യേറ്റീവാണ്. ആരോ നല്ല ഭക്തന്മാർ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. പക്ഷേ ഉടമ്പടി ദൈവം തൻ്റെ ജനത്തെ സഹായിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ദൈവിക പദ്ധതിയാണ്. അതാണ് വിഷയം വരുന്നത്. ഈ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതൊരു ഡിവൈൻ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ഉടമ്പടി തന്നെ ആദവുമായിട്ട് ചെയ്യുന്നതാണ്. ഉടമ്പടിക്ക് എപ്പോഴും രണ്ട് ഭാഗങ്ങളുണ്ടാവും. എന്താണ്? നിബന്ധന ഉണ്ടാവും, ദൈവത്തിൻ്റെ നിബന്ധന ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാഗ്ദാനം ഉണ്ടാവും. നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് നിബന്ധന ഉണ്ടെന്ന് പറയും. എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം പറിക്കരുത്. പറിക്കണം പറിക്കാത്തതല്ല പ്രശ്നം, ദൈവത്തിൻ്റെ വാക്കാണ് പ്രശ്നം അവിടെ. അതായത് നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നുള്ളതല്ല പ്രശ്നം, അതോടുകൂടി ദൈവത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് വിഷയം. എല്ലാവരും പാപം ചെയ്യുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മളെ കേന്ദ്രീകരിച്ചാണ് പറയണത്. അല്ല, ഒരു പാപത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കും? എന്താണ്? ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകുന്നു. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിന് പുത്തൻ തമ്പുരാൻ്റെ കാലത്ത് മാറ്റമില്ലല്ലോ. പിതാവായ ദൈവം എന്ത് പറഞ്ഞു? അത് തന്നെയാണ് പുത്തൻ തമ്പുരാൻ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു. അപ്പം കൽപ്പന അല്ല പ്രശ്നം. കർത്താവിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖ കരിഞ്ഞു പോണതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം ഈ കൽപ്പനകൾ നൽകുന്നത്. അപ്പോഴും ഓർക്കണം. എന്തിനാണ്? നിത്യമായിട്ട് തൈത്തിട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി അങ്ങയുടെ വചനത്തോട് അത് പാലിച്ചുകൊണ്ട് ഐക്യപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം സാക്ഷീകരിക്കാനുള്ള പ്രത്യേക ഉൾക്കാഴ്ചകൾ നൽകണമേ. പ്രിയപ്പെട്ട എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇത് അച്ഛനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പ്രാർത്ഥിക്കാം, പക്ഷേ കഥയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് എപ്പോഴും പറയും കേൾക്കാൻ ചെവിയുള്ളവൻ. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ചെവി ഇല്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിപ്പോൾ 13:9 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് വെച്ചാൽ അർത്ഥം നമുക്ക് ഈ ചെവി ഈ ചെവി കൊണ്ട് ഈ കൊളാമ്പി കൊണ്ട് വലിയ കഥയൊന്നും ഇല്ലെന്നാണ് പറയണത്. വചനം കേൾക്കാൻ ഈ സാധനം പോരാ. കർത്താവ് പറയണത് ആന്തരിക അഭിഷേകമാണ്, വചനം ശ്രവിക്കാനുള്ള ആന്തരിക അഭിഷേകം. അതുകൊണ്ടാണ് വചനം ശ്രവിക്കാൻ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മണിക്കൂറോളം ഇരുന്നുകൊണ്ട് വചനം കേൾക്കുകയും വായിക്കുകയും വചനം കേൾക്കുമ്പോൾ തുള്ളിച്ചാടുകയും കുതിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് തന്നെ പുതിയ അപ്പോൾ ആ സംവേദനമായല്ലോ, അപ്പോൾ പുതിയ വഴികൾ തിരിഞ്ഞു കിട്ടാം. പുതിയ വഴികൾ. ഇപ്പോൾ ഈ ഉടമ്പടി ഈ പട്ടയക്കാരത്തേക്ക് എന്താ പ്രശ്നം? അവർ ഉടമ്പടി എടുത്ത് അവരെന്ത് ശുദ്ധമായ ഒരു നല്ല സ്ത്രീയാണെന്ന് നോക്കിയേ. അല്ലെങ്കിൽ അവർ കിട്ടുമായിരിക്കും അല്ലേ? 18 കൊല്ലം കിട്ടാത്ത 28 കൊല്ലം കിട്ടാത്ത പട്ടയ ഉടമ്പടി എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അവരെ ചിന്തിക്കും. പക്ഷേ അവർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ വിശ്വാസമാണുള്ളത്. അവരെ ചിന്തിച്ച മാതാവ് തരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അതെന്താണ്? അത് ഈ 32:8 നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അവർക്കൊരു ഉപദേശം കിട്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ. വീട്ടിൽ ചെന്നപ്പോഴും, മകളെ നീ ഇത് ആഗ്രഹിക്കുന്ന പറഞ്ഞ സത്യമാണ്, പക്ഷേ നീ അപേക്ഷ കൊടുത്താൽ രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വെള്ള പേപ്പർ എഴുതി. അത് ആരും പറഞ്ഞില്ല, അവിടെ മനസ്സിൽ അമ്മ തോന്നിക്കണാണ്. രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. രാവിലെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. ഒരു കാര്യമില്ല, ഞങ്ങളവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പട്ടയം തന്നെ. ആ ഒരു വിഷയം വില്ലേജ് ഓഫീസറിന് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. റവന്യൂ ഓഫീസറിനൊക്കെ പോട്ടെ, പിന്നെ അത് രാഷ്ട്രീയ തീരുമാനം വന്നാൽ പഞ്ചായത്തിൽ വെക്കണം, അങ്ങനെ കുറേ എന്തെല്ലാം നൂലാമാലകൾ പറയുകയാണെങ്കിൽ പറയാം. പക്ഷെ മാതാവ് ഒന്നും പറയിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നാക്കും കെട്ടും കൈയും കെട്ടും. കൈ അഴിക്കുക മാത്രമല്ല, കൈ തിരിച്ച് കെട്ടുകയും ചെയ്യും. അത് ഈ വചനത്തിൻ്റെ ഒരു റിവേഴ്സാണ്. അതായത് പണിതുയർത്താനും ഇടിച്ച് തകർക്കാനും ഞാൻ നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു. തിരിച്ചു തിരിയും. അപ്പോൾ ഇവരുടെ കൈയും കാലും കെട്ടി 24 മണിക്കൂറിൽ ഈ മനുഷ്യനെ എഴുതി കൊടുക്കും പട്ടയം. കൈ ഇടിച്ച് കർത്താനും പരമദിവ്യകാരുണ്യത്തിന് എന്താ ഇങ്ങനെ ശ്രദ്ധിക്കണ വെച്ചാൽ, അതായത് നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തത്തില്ലേ? ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ഈ മൂവ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ നമ്മൾക്കത് അറിയത്തില്ല. ദൈവം CCTV ക്യാമറയാണെന്ന് പറയുകയല്ല, ഒരു 10ൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയാണ്.
കാര്യം ഈ ടീച്ചറില്ലേ, നമ്മൾ പറഞ്ഞ ആ ടീച്ചർ പറയുന്ന റിബി ചാലക്കുടി നിങ്ങളുടെ മൂവ് ചെയ്യണം ആലപ്പുഴയ്ക്ക്. അവിടെ പ്രശ്നം എന്താ? അവിടെ പ്രശ്നം വെച്ചാൽ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലി ഇല്ലാത്തതാണ് അവിടെ പ്രശ്നം. അവർക്ക് സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവിടെ ഏജ് ഓവർ ഇനി അവർക്ക് എഴുതിയെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണം, ഭക്ഷണം കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ മുമ്പിലുള്ളൊരു വഴി എന്താണ്? ഉടമ്പടി, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക. അവർ ആലപ്പുഴയിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അപ്പം നിങ്ങൾ നീ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ദൈവനിരീക്ഷണത്തിലാവും. അത് നിങ്ങൾ ഓർക്കരുത് നിങ്ങൾ പോകുന്നതും നടക്കുന്നതും ഒന്നും ആരും കാണുന്നില്ലെന്ന്, നിങ്ങളുടെ മനസ്സറിയുന്നില്ലെന്ന് ഓർക്കരുത്. കാര്യം 39-ാം സങ്കീർത്തനം അത് തന്നെയാണ് പറയണത്. എന്താ പറയണത്? നീ നടക്കുന്ന ശ്രദ്ധിക്കട്ടെ മക്കളെ. 139-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. 139-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം ഏറ്റു പറഞ്ഞ കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഉറപ്പായില്ലേ? ഇപ്പം നമ്മൾ ഒരു ഇൻസ്പെക്ഷനിലൂടെയാണ് പോണത്. ദൈവം നിന്നെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. നിൻ്റെ ഒരു മൂവ്മെൻ്റ് എല്ലാം ഇൻസ്പെക്ഷനാണ്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നിനക്ക് ജപ്തി നടപടി വരാൻ പോകുന്ന കാര്യം കർത്താവ് അറിയുന്നു. നീ അതിനായി കണ്ണീരിട്ടിരിക്കണമെന്ന് കർത്താവിന് അറിയാം. നിൻ്റെ ഷോപ്പിൽ കച്ചവടം ഇല്ല, കർത്താവിന് അറിയാം. നിൻ്റെ ഷോപ്പ് വാടകക്കാരന് കൊടുത്തിട്ട് അവൻ ഒഴിയണമില്ല, നമുക്ക് വാങ്ങിക്കാനും പറ്റണില്ല, കർത്താവിന് അറിയാം. നിൻ്റെ മൂവ്മെൻറ്റ്സുകളെ ഞാൻ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ക്ലിയർ അല്ലേ? പക്ഷേ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. ഒന്ന് പ്രാർത്ഥിച്ച് കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്താ പ്രശ്നം എന്ന് പറയാം മക്കളെ? നമ്മൾ ഈ വചനം ഇപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ വിഷയവും അതായത് നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന വിഷയം പോലും ദൈവത്തിൻ്റെ ദൃശ്യത്തിൽ നിസ്സാരമെന്നോ സീരിയസ് ഒന്നോ ഇല്ല. എല്ലാത്തിനും അതിൻ്റെ ഒരേ റേഞ്ചാണ്. ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ വിഷയം ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം നോക്കുന്നു, ദൈവത്തിന് ഇതിനൊരു ഉത്തരമുണ്ട്. കാരണം ഞാനെന്തുകൊണ്ട് നിങ്ങൾ ജപ്തി നടപടിയുടെ പ്രമാണം മേടിച്ച് മുട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കണത്, പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കണത്? എനിക്കറിയാം ദൈവത്തിനൊരു ഉത്തരം ഈ വിഷയത്തിലുണ്ടെന്ന്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പിടി കിട്ടില്ല, ഞാൻ ഇനി എന്ത് ചെയ്യാനെന്ന് അറിയാൻ പാടില്ലെന്ന് നിങ്ങൾ പറയണം. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ദൈവതിരുസന്നിധിയിലുണ്ട്. ചില സമയത്ത് ഞാൻ തിരിച്ചു പറയും, ഇത് പോകും കേട്ടാ, പക്ഷേ നീ വെയിറ്റ് ചെയ്യണം. നിന്നെ കുഞ്ഞുങ്ങളെയും ഇതിനേക്കാൾ നല്ല ഭവനത്തിൽ കർത്താവ് പൊറപ്പിക്കും. അത് മാതാവ് സാക്ഷി എന്ന് പറയും. അതെന്താ കാര്യം? അത് നമുക്കവിടെ അമ്മയുടെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സൈനുണ്ട്. ആ സൈൻ വെച്ച് ഞാൻ ആൾക്കോട്, പക്ഷേ എനിക്ക് എപ്പോഴും ഉള്ള ഒരു സങ്കടമുണ്ട്. കാര്യം ഞാനിത് പറയണത് അത്യാഘാതത്തോടെ പറയണത്, പക്ഷേ ഇവരിത് കേൾക്കണത് ഡെഡ് ബോഡി പോലെ കേൾക്കണത്. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ അർഹതയില്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു മിനിമം ദൈവസ്നേഹം വേണം, മിനിമം വിശ്വാസം വേണം, ഇതിനൊക്കെ വലിയൊരു സഹായം നിങ്ങൾക്ക് വേണം. അത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാറില്ല. വിശ്വസ്തത എന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തെ പോലെ തന്നെ വിശ്വാസത്തെ പോലെ തന്നെ വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാരണം ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷെ നമ്മളും വിശ്വസ്തരാണെങ്കിലേ ദൈവം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കും. ഇതാണ് ഉടമ്പടി പെട്ടെന്ന് നടക്കാനുള്ള കാര്യം. എൻ്റെ മക്കൾ അച്ഛൻ പറഞ്ഞത് കേൾക്കണം, ദൈവവാക്യം പോലെ കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിപാടിൻ്റെ സമയമാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ സാക്ഷികൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം, ചിലപ്പോൾ കള്ളസാക്ഷികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വക്കീൽ കൂറുമാറി മറുപക്ഷം ചേർന്ന് വരാം. ഇങ്ങനെയൊക്കെ വന്നാലും വിശ്വാസി പതറത്തില്ല. എന്താ കാര്യം? എൻ്റെ വക്കീൽ എൻ്റെ മാതാവാണെന്ന് പറയും. അതാണ്. അല്ലാത്തൊരു വക്കീൽ കാര്യം മാറുമോ, അതിന് ആൾക്കാർ നമുക്ക് പൈസ ഇല്ല, അവർക്ക് പൈസ ഉണ്ട്, അത് കാരണം അവർ പൈസ എറിയും, അത് ആരെയും കയറി വലവീശി പിടിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷൻ എത്തിക്സിനേക്കാൾ ഉപരി അവരുടെ പ്രൊഫഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവരെന്ത് കോംപ്രമൈസിനും ഒരു ബ്ലാക്ക് കോംപ്രമൈസിനൊക്കെ അവർ തയ്യാറാകും. എല്ലാ വക്കീൽമാരും അല്ല, ചില വക്കീൽമാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വക്കീൽമാരുടെ ഉണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ചില വക്കീൽമാർ കാര്യം ഞാൻ ഈ കോടതി കേസൊക്കെ കുറേ നടക്കണമാണ്, ഇപ്പോഴുണ്ട് കോടതി കേസൊക്കെ. ആർക്കും വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ പോയി എന്തെങ്കിലും കയ്യാങ്ങൾ കാണിച്ചിട്ടല്ല, ജനത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങാണ്, അവകാശ പോരാട്ടം. അത് വേറൊരു വിഷയം. ഇപ്പം ഞാൻ പറഞ്ഞു പറയുന്നത് ഇതാണ് മക്കളെ, നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് നീ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതാണ്. ഇപ്പം നീ കടയിൽ നിൻ്റെ കട, എന്നിട്ട് നിനക്ക് പൈസ ഇല്ല വന്നപ്പോൾ നിൻ്റെ വീട്
നീ ജാമ്യം മേടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോൺ എടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങൾക്കങ്ങനെ ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ലോൺ കൊടുത്ത് പരിപാടിയില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് തീരെഴുതി തരണം. എന്നിട്ട് നിങ്ങളുടെ കടം തീരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. കടം തീർത്തില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ നിവൃത്തിയില്ലാതെ എത്രയോ പേരാണ് വീട് തീരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട് തീരെ കൊടുത്ത ആൾക്കാർ, കടക്കാർക്ക്, മണി ലെൻഡേഴ്സിന് വീട് തീരെ കൊടുത്ത ആൾക്കാർ, അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന് മറുപടിയൊന്നുമില്ലെന്ന്? ഇതിന് മറുപടിയുണ്ട്. കാര്യം എന്താണ്? നീ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. ലോകത്തിലെ മറുപടി ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും അമ്മ മാതാവ് ശാശ്വതമായ ഒരു സെക്യൂറായിട്ടുള്ള ഒരു മറുപടിയാണ് നിനക്ക് തരാൻ പോണത്. അത് അമ്മയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ മാനുഷികമായ ഒരു മാർഗ്ഗം ഈ കാനായിലെ കല്യാണത്തിൽ ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ പറയും അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയും. ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. അവിടെ ആ വീടിന് അവിടെ വായ്പ അവിടെ ആ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചു വരുമ്പോൾ പറയും കടയിൽ പോയി കാശ് കൊടുത്തിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ പറയും. ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഇതെല്ലാം യേശുക്രിസ്തുവിനെ കക്ഷാക്കിക്കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഉടമ്പടിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കൈയടിച്ച് കർത്താൻ സ്വലലിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 119:2 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നത് ഏറ്റു പറയുക, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് എത്ര കാലങ്ങൾ ഇങ്ങനെ മാറിയാലും ഇതിനൊന്നും മാറ്റമില്ല. നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് അതായത് റിബി ജോസഫ് ടീച്ചർ അവർ ആലപ്പുഴയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിൻ്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് ഉടനെ ഒരു ഫോൺ വരും. ഞാൻ ഈ സാക്ഷ്യത്തെ ധ്യാനിക്കുകയാണ്, 119:27 അനുസരിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. സാക്ഷ്യത്തെ അവിടുത്തെ അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം. ഒരു ഫോൺ വരുമ്പോൾ എന്താ ഒരു കൂട്ടുകാരത്തെ വിളിക്കുകയാണ്, എടി ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതാണ് ഒരു അറിവ്. ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കറിയത്തില്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നിങ്ങളുടെ ജോലി എത്രയോ സ്ഥലങ്ങളിൽ ഉദിച്ചസ്തമിച്ച് പോകുന്നു. യു ആർ നോട്ട് നോയിങ് ഇറ്റ്. നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നേഴ്സുമാർ ജോലി തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് വിളിക്കും. ചില നേഴ്സുമാർ വന്നിട്ട് പറയും അച്ഛാ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് PSC നേഴ്സിങ്ങിന് വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകളെ ദൈവം സംരക്ഷണത്തിൻ്റെ വലയിൽ കൊണ്ടുവരും. അത് മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറയുക, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചറിന് സംഭവിച്ചത് എന്താണ്? ടീച്ചറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, ഇന്ന സ്കൂളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചറിൻ്റെ മനസ്സുറനെ വാടും. എന്താ കാര്യം? അതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് അവർ പറയും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. ഇവർ 17 കൊല്ലമായില്ലേ പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഒരു മെറിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അവർക്ക് അതിനുള്ള മെറിറ്റില്ലെന്നാണ് പറയണത്. കാരണം ഞാൻ പണ്ട് പഠിച്ചാലേ എൻ്റെ പഴയ സിലബസാണ്. ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് പഠിച്ചാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റും ജോലി. അവർക്ക് കലിബറുണ്ട്, അത് മെറിറ്റ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു പ്രോബ്ലം, ദൈവത്തിന് ഈ വിഷയം പണ്ടേ അറിയാം. മെറിറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വത്വപ്രതിസന്ധിയാണെന്നറിയാം. ഈ പ്രായം ആൾക്കാരുടെ സ്വത്വപ്രതിസന്ധിയാണ് മെറിറ്റ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. കല്യാണം താമസിക്കണത് എന്തുകൊണ്ടാണ്? കല്യാണം താമസിക്കണത് ചിലപ്പോൾ കെട്ടിച്ചു വിടാൻ പണമില്ലാത്തതുകൊണ്ടാണ്, മെറിറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മെറിറ്റുള്ളവരും മെറിറ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാകാം. യോഗ്യതയുള്ളവരും യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യന്മാർ യോഗ്യത കളഞ്ഞവരുണ്ടാകാം. ചിലപ്പോൾ സ്വാഭാവികമായ യോഗ്യത പോയവരുണ്ടാകാം. ഇവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഒരു ഉദാഹരണം, ചേട്ടനും അനുജനും അവർ കുഴപ്പമൊന്നുമില്ല. അവർ തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ 50-50 കിട്ടിയ ആൾക്കാരാണ്. ചേട്ടനും അനുജനും തറവാട്ടിൽ നിന്ന് ഭാഗവടമ്പടി ചെയ്ത് മാറിയപ്പോൾ അപ്പൻ അവർക്ക് പകുതി കൊടുത്തതാണ്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ പാപ്പരുമായി അനിയൻ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ചേട്ടൻ്റെ 3 പെൺമക്കളാണ്. അതിനകത്ത് 2 പേര് അത്രയും പഠിക്കുന്ന ആൾക്കാരല്ല. അതാണ് വിഷയം. അനുജന് ആ മക്കളാണ്. അവൻ പഠിച്ചില്ലെങ്കിലും
കുറച്ച് പഠിച്ചിട്ട് കല്യാണം കഴിച്ച് പോകും, അതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ പെമ്മക്കുള്ള കുടുംബത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തറവാട് ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ആരുണ്ടാക്കിയതാണിത്? ആരുണ്ടാക്കിയതല്ല, ആ കുഞ്ഞുങ്ങൾ പഠിക്കാതെ നിന്ന് വന്നതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, ഈക്വലായിട്ട് കൊടുത്തതാണ്. ഈക്വലായിട്ട് കൊടുത്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചില ആൾക്കാർ പുറകിലായി പോകും. ഈ പുറകിലായപ്പോയ ആൾക്കാർക്ക് എന്നും പുറകിൽ കിടന്നാൽ മതിയോ? ഏതെങ്കിലും കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പുറകിലായി പോയത്. ചിലപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ മൂത്തവൾ പഠിക്കാതെ വീട്ടിൽ നിന്ന് അപ്പനെ നോക്കിക്കാണും, അതായിരിക്കും സംഭവം. അപ്പന് അസുഖമായി പോയില്ലേ, അവന് 45 വയസ്സായപ്പോൾ അപ്പന് അസുഖമായി. അപ്പോൾ മൂത്തവൾ അപ്പനെ നോക്കാൻ വീട്ടിൽ നിന്ന്, അവൾക്ക് പഠിക്കാൻ ഒത്തില്ല. അപ്പോൾ അങ്ങനെ മാനുഷികമായ കാരണങ്ങളാൽ ചില ആൾക്കാർ പുറകിലായി പോകും. അപ്പോൾ പുറകിലായിപ്പോയ ആൾക്കാർ ഇതാണ് വിധിയെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നാൽ ദൈവം അത് ഉദ്ദേശിക്കണില്ല. ദൈവം എന്താണ്, ഈ മെറിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യണത് എന്താ? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മെറിറ്റ് വെച്ചാൽ യോഗ്യത. എൻ്റെ മക്കൾ യോഗ്യത പോയെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ കിടക്കരുത്. ഇപ്പം നമ്മളെ ജ്ഞാനത്തിന് അതായത് നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു വചനമുണ്ടല്ലോ, കാലാപിറക്കുന്നവരെ പോലെ. പ്രഭാഷകൻ 33:16-17. ഒന്ന് വായിച്ചോളൂ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. നിങ്ങളൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ആ കേട്ടോ. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഇതാണ് സംഭവം. അപ്പൊ ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരും, നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. എഫെസ്യസ് 2:8. നിന്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് മനസ്സിലായില്ലേ? അതായത് നിൻ്റെ സാഹചര്യം, നിൻ്റെ ശേഷി, നിൻ്റെ ശേമുഷിക്ക്, നിൻ്റെ മണി പവർ, നിൻ്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്നൊരു സാഹചര്യമാണ്. അത് നീ പൂർണ്ണമായ മനസ്സോടും സർവ്വശക്തിയോടും കൂടിയാണ് നീ അതിൽ ദൈവത്തിൻ്റെ കരം പിടിക്കേണ്ടത്. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്താ? ഇവർ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഫോൺ വരും. അപ്പോൾ അവിടെ മനസ്സിൽ വരേണ്ടത്, ഞാൻ ഒത്തിരി ഏജായി പോയല്ലോ, ഇനി കിട്ടുമോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ധൈര്യം വരും. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതെന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം.